തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ നീക്കി കരയുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് പെന്റഗൺ പറയുന്നതായി ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്നത് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇതേക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 11 മാസമായി ഇസ്രായേൽ ഈ ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഞങ്ങൾ കരയുദ്ധത്തിലേക്ക് കടക്കും എന്നുള്ളത്. നിങ്ങൾ വടക്കൻ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ കരയുദ്ധത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യം 11 മാസമായി ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഇനി അവർ ക്ഷമിച്ചേക്കില്ല എന്ന് തന്നെയാണ് പെന്റഗൺ കരുതുന്നത്. കരയുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം വടക്കൻ ഇസ്രായേലിൽ ഉള്ള ജനങ്ങളോട് ഷെൽട്ടറിൽ തന്നെ തുടരാൻ പറയുമ്പോഴും തെക്കൻ ലെബനനിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. അങ്ങോട്ടേക്ക് കൂടുതൽ സേനാ വ്യൂഹങ്ങളെ 98 ഡിവിഷൻ അടക്കമുള്ള സൈനിക വ്യൂഹങ്ങളെ അങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസം വിന്യസിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നും ഇസ്രായേൽ ഒരു ശക്തമായ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ഏത് നിമിഷവും ഒരു കരയുദ്ധത്തിലേക്ക് പോയേക്കാമെന്ന് പെന്റഗൺ ഉറച്ച് വിശ്വസിക്കുന്നതായിട്ടാണ് ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഒരു ശക്തമായ സംഘർഷം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നതെന്ന് പറയാൻ കഴിയും. കാരണം ഇസ്രായേൽ അതിൻ്റെ സർവ്വശക്തിയും എടുത്ത് ഹിസ്ബുള്ളയെ തകർത്ത് തരിപ്പണമാക്കുകയും ഒപ്പം തന്നെ വടക്കൻ മേഖലയിൽ പൊതുവെ സമാധാന അന്തരീക്ഷമുണ്ടായിരുന്ന വടക്കൻ മേഖല വീണ്ടും പഴയപടി നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യവുമായാണ് മുൻപോട്ട് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.